കുട്ടിയെ കളിക്കണേ. കുട്ടിയെ എവിടെ അമ്മച്ചിന്റെ കുഞ്ഞിപ്പെണ്ണ് കളിക്കുക. ആഹാ മുട്ടുത്താ നോക്കണ്ട അതിൻ്റെ ഇടക്ക്. വായു വാ 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 ഇതുവോ മുറ്റത്തേക്ക വാ 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 വായു ഉമ്മച്ചിടത്തേക്ക് വാ. ഇതെടുത്താ വാ 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 അങ്ങനെ വാ. ഇതെടുത്ത റിമോട്ട് എടുത്താ. ആ അങ്ങനെ തന്നെ. വയു 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 എടുത്ത അയ്യവ ആരിസ്ക ഇതാ പെണ്ണ് മുട്ടുത്തുണ്ടിട്ടാ. ആ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 സ്റ്റെപ്പ് വെച്ചിന്ന്, അതുപോലെ ഇതപ്പ മുട്ടിട്ടി വന്നിട്ടേ ഞാൻ റിമോട്ട് നീക്കി കൊടുത്തേക്ക് അതെടുത്ത്. കുഞ്ഞോടെ അന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണാ? ആ എന്റെ ഫോണ് ചാർജ് ചെയ്ത് കുത്തി വെച്ചിക്കണമ്മ. എന്തേ? അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്റെ ഫോണിക്ക് വിളിച്ചിട്ട് കിട്ടണില്ലാന്ന്, എന്നോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അപ്പോ അമ്മായി ഇന്നലെ രാത്രി എന്നോടേ രാവിലെ തന്നെ സൽമാത്താക്ക് വിളിച്ചിട്ട് നാളെ ഒരു പെണ്ണ് കാണാൻ വരട്ടേന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതേ കാരം ഞാനത് പറ്റ മറന്നിക്കണ്. സൽമാത്ത് ഇന്നലെ രാത്രി റിയമോളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ രാവിലെ നിക്ക് വിളിക്കാന്ന് പറഞ്ഞതാ. പിന്നെ എന്തേ വിളിയും കണ്ടില്ല. നിങ്ങൾ ഫോണൊന്ന് കാണിച്ചാനേ. അന്നജേ സൽമാത്താക്ക് വിളിച്ചിട്ട് കാര്യം എന്താ വേഗം ചോദിച്ചിട്ട് അമ്മായിക്ക് വിളിച്ച് പറഞ്ഞാളെ. ആ ചെക്കൻ്റെ പെരക്കാരും ഇപ്പം ഇത് കാത്തിരിക്കായിരിക്കുമല്ലോ. ആ കുട്ടിക്ക് അധികം ലീവ് ഇല്ലാത്തതുകൊണ്ട് ഓൾക്ക് ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നോക്കി തുടങ്ങാമല്ലോ. അതുകൊണ്ട് വേഗം മറുപടി വേണമെന്നാ പറഞ്ഞത്. ഇജെന്തായാലും സൽമാത്താക്ക് വിളിച്ചോക്ക്. എന്നാ ആ ഞാൻ വിളിച്ചോക്കട്ടെ. നല്ല റിയമോളോട് സംസാരിച്ചിട്ട് രാവിലെ തന്നെ പറയാന്ന് പറഞ്ഞതാ. പിന്നെ എന്താണാവോ. ആ പിന്നല്ലേ അമ്മ പെണ്ണ് മുട്ടുത്തിട്ടാ അവിടെ നിന്ന് ഇതേറ്റം വന്ന്. ആണോ? മാഷാ അല്ലാ, വല്യമ്മയുടെ കുട്ടി മുട്ടുത്തല് തുടങ്ങിയാ. ഇന്നലെ പറഞ്ഞിരുന്നല്ലേ 2 അടി വെക്കലെടുത്തിക്കണേന്ന്. ഇനിയിപ്പോ എങ്ങനെ സ്പീഡിലാവും കാര്യങ്ങളൊക്കെ. ഇനി ഇതുപോലെ കട്ടുമിത്തി പോവാനൊന്നും പറ്റൂല. താഴത്ത് സീറ്റ് വിരിച്ചിട്ടേ അവിടെ ഇരിക്കാം. അല്ല ഷീറ്റ് വിരിച്ചെടുത്തിട്ടും കാര്യമൊന്നുമില്ല. മുട്ടുത്തല് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെര മൊത്തം പറഞ്ഞ് നടക്കലാവുമല്ലോ. വല്യമ്മയുടെ കുട്ടി മുട്ടുത്തല് തുടങ്ങിയാ. ചിരിക്കണോക്ക്. അല്ല ആരിസ് അവിടെ? ആരിസ് കഥ ബാത്റൂമിന്റെ ഉള്ളില് ഫോണും പിടിച്ചാണ്ടേ പണ്ട് കേറിയിട്ടുള്ളൂ. ന്യൂസ് കേൾക്കുക തോന്നുന്നുണ്ട്. അതാ ശബ്ദം കേൾക്കണേ. ആ ഇന്നാ പിന്നെ ഓനപ്പ തന്നെ ഒന്നും കാക്കണ്ട. ഇജേ വേഗം പോയി ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്താച്ചാ വേഗം അമ്മായിക്ക് വിളിച്ച് പറഞ്ഞാള്. ചെല്ല്. ആ റിയമോൾ ഇതുവരെ നേറ്റി വന്നിട്ടില്ല സൽമാത്ത. ഇന്ന് കോളേജ് ലീവല്ലേ, അതേ കാരം. പിന്നെ നന്നായിട്ട് ഉറക്കം കിട്ടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ നമ്മൾ ഇന്നലെ ഓളോട് പറഞ്ഞതും ആവശ്യപ്പെട്ടതൊന്നും. എൻ്റെ കുട്ടി ഇന്നലെ എപ്പോഴാണ് അവൾ കിടന്ന് ഉറങ്ങിക്കണത് തന്നെ. സാരമില്ല, എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞില്ലേ. അല്ലെങ്കിലും ഓളോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാണ്ട് ഓളെ സ്ഥാനത്ത് ഏത് പെണ്ണാണെന്നുണ്ടെങ്കിലും ഇതിനൊരു തീരുമാനം പറയാനൊന്നും പറ്റൂല. പ്രത്യേകിച്ച് കല്യാണക്കാര്യത്തിനെ കുറിച്ചിട്ട് ഓളിപ്പൊന്നും ചിന്തിക്കും കൂടി ചെയ്യാത്ത ഈ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ആലോചനയായിട്ടോളം മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഓൾക്ക് എന്തായാലും ഒരു സംശയം തോന്നും. ഞാൻ ആ സംശയം തോന്നാത്ത രീതിയിൽ ഓളെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക സൽമാത്ത പെട്ടെന്ന് കയറി വന്നതും കരഞ്ഞതും ഒക്കെ. അതാ പിന്നെ ഒക്കെ ഇന്നലെ ഓളോട് തുറന്ന് പറയേണ്ടത് വന്നത്. ഒരു കണക്കിന് അത് നന്നായിന്ന് പിന്നെ എനിക്കും തോന്നി.
ഇനി നിങ്ങൾ അതാലോചിച്ച് സങ്കടപ്പെടാൻ നിൽക്കണ്ട. എന്തായാലും നമ്മളെ വിധി എന്താ വെച്ചാൽ ഒക്കെ അതുപോലെ വരും. അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. കുഞ്ഞോളമ്മാൻ്റെ ഫോണിൽ നിന്നാണല്ലോ തിരുവോ. എന്താണാവോ എടുത്തു നോക്കി. ഹലോ, ആ സൽമാക്ക, ഇത് ഞാനാ. ആ കുഞ്ഞോളാണ്. എന്തേടി? നിങ്ങളെന്താ രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാഞ്ഞേ? റിയമോളോട് ചോദിച്ചാ? അമ്മായി ഇന്നലെ രാത്രി വിളിച്ചിരുന്ന്. നാളെ ഓല് പെണ്ണ് കാണാൻ വരട്ടേന്നേ നിങ്ങളോട് രാവിലെ വിളിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണ്ടേ? അല്ല നാളെ എന്നോടിപ്പോൾ ഞാൻ എന്താ പറയുക കുഞ്ഞോളെ? സൽമാത്ത ഫോണിൽ കാണിച്ചാണ്, ഞാൻ പറഞ്ഞോളാം. ഞാൻ ദിലുവിന് കൊടുക്കാം. ഹലോ, ആ കുഞ്ഞോളെ ഞാനാണ്. എന്താ ദിലു സൽമാത്താൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കണേ? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ലേടി. ഞാനും സൽമാത്തിനും കൂടി ഇന്നലെ റിയനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ആണോ? എന്നിട്ട്? സൽമാത്ത ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു റിയമോളോട് സംസാരിച്ചതിന് ശേഷം രാവിലെ വിളിക്കാന്ന്. പിന്നെ നിങ്ങൾ ആരെയും വിളി കാണാഞ്ഞപ്പോഴാണ് ഞാനത് വിളിച്ചു നോക്കിയത്. അമ്മായി ഇപ്പം ഇന്ന് രാവിലെയും വിളിച്ചിക്കണേ, നാളെ ഓരോട് പെണ്ണ് കാണാൻ വരട്ടേന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട്. അല്ല റിയ എന്തേ പറഞ്ഞേ? ഈ കല്യാണക്കാര്യം മാത്രം പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് സംസാരിച്ച് തുടങ്ങിയത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് കാക്കാട് അസുഖക്കാരും സർജറിയുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അവളോട് പറയേണ്ടി വന്ന്. അത് കേട്ടപ്പോൾ ഓളെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലടി. പാവം തോന്നാ. ഞാനും ആരിസ്ക്കും കൂടി ഇന്നലെ രാത്രി പറഞ്ഞിക്കണ് റിയമോളോട് ഈ കാര്യങ്ങളൊന്നും വിളിച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നുള്ളത്. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഓൾക്ക് എന്തായാലും സംശയം തോന്നാതിരിക്കില്ലല്ലോ. പ്രത്യേകിച്ച് സൽമാത്തിയും കാക്കി ഓളെ പഠിപ്പ് കഴിഞ്ഞിട്ടേ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതല്ലേ. ആ ഓലെന്നെ പെട്ടെന്നൊരു കല്യാണത്തിന് നിർബന്ധിക്കുമ്പോൾ ഓൾക്ക് എന്തായാലും സംശയം തോന്നാതിരിക്കില്ലല്ലോ. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? പാവം. എന്താവാനെ, കാക്കാട് ഈ കാര്യം കേട്ടപ്പോൾ തൊട്ടേ ഓൾ നിർത്താത്ത കരച്ചിലായിരുന്നു. പിന്നെ ഈ കല്യാണക്കാരും ഓൾക്ക് പെട്ടെന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. അല്ല ഞാനിപ്പോൾ എന്താ ഓരോട് പറയാ? നാളെ വരണമെന്നോ വരണ്ടെന്നോ? ഇത് സൽമാത്തോടൊന്ന് ചോദിച്ചു നോക്ക്. സൽമാത്ത, നാളെ ചെക്കൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നോട്ടെ എന്ന് ചോദിക്കണ്ട അത്രേ. കുഞ്ഞോളെന്താ പറയണ്ടെന്ന്. ഞാനിപ്പോൾ എന്താ പറയത്തില്ലോ? ഒരു ഭാഗത്ത് വാപ്പി മറുഭാഗത്ത് മകളുമാണ്. ഞാനിപ്പോൾ ഇതിലാരഭിപ്രായത്തിനൊപ്പം നിൽക്കുക? സൽമാത്താക്കും ഇതിലിപ്പോൾ എന്താ ഒരു അഭിപ്രായം പറയാമെന്ന് അറിയാത്തൊരവസ്ഥയിലാടി. റിയയുടെ തീരുമാനം അറിയാണ്ട് നമുക്കൊരഭിപ്രായം പറയാനും പറ്റൂലല്ലോ. അതും ശരിയാ. പക്ഷേ ഞാനിപ്പോൾ അമ്മായിനോട് എന്താടി പറയാ? റിയമോളോട് പോലും ചോദിക്കാണ്ടേണോ ഈ ആഴ്ചയിൽ പെണ്ണ് കാണാൻ വരാമെന്ന് ഓൾക്ക് വാക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ സൽമാത്തനോട്, ആദ്യം റിയമോളോട് ചോദിച്ചതിന് ശേഷം മതി അമ്മായിനോട് പറയാമെന്നൊക്കെ. ഇതിപ്പോൾ ചെക്കൻ്റെ പെരക്കാരോട് അമ്മായി ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസം പെണ്ണ് കാണാൻ പോവാമെന്ന് പറയും ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാ? ഞാനും ഇന്നലെ സൽമാത്തനോട് പറഞ്ഞ് ഈ കാര്യം വന്നപ്പോൾ തന്നെ ആദ്യം റിയനോടായിരുന്നു അഭിപ്രായം ചോദിക്കേണ്ടിയിരുന്നെന്ന്. ഇതിപ്പോൾ കാക്ക മുന്നും പിന്നൊന്നും ആലോചിക്കാണ്ട് ഓലോട് ഈ ആഴ്ച തന്നെ പെണ്ണ് കാണാൻ വരാമെന്ന് പറയുകയും ചെയ്ത്. റിയമോളിഞ്ഞിപ്പോൾ എന്താ അഭിപ്രായം പറയാമെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. എനിക്കൊരു അഭിപ്രായം ഇല്ല എൻ്റെ. ആരോടച്ചാൽ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞോളി. എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. സത്യമാണോ അമ്മയുടെ കുട്ടി പറഞ്ഞത്? അമ്മയുടെ കുട്ടിക്ക് കല്യാണത്തിന് സമ്മതമാണോ? സമ്മതം അമ്മ. ആൾക്കാച്ച വിളിച്ച് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞോളി. സന്തോഷായി മോളെ. ദിലു, കേട്ടില്ല എൻ്റെ കുട്ടി പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് കല്യാണത്തിന് സമ്മതമാണ്. എന്താ ദിലു, എന്താ അവിടെ? ഒന്നുമില്ലടി, റിയമോള് നീട്ടി വന്നതാ. ഓൾക്കേ ഈ കാര്യത്തിന് സമ്മതമാണെന്ന്.
മാഷാ അല്ലാ, എന്തായാലും ഇപ്പം ആ ടെൻഷൻ മാറി കിട്ടിയില്ലേ. ഇനിയിപ്പോൾ നാളെ തന്നെ അവരോട് വരാൻ പറയല്ലേ. നിക്ക് ഞാൻ ചോദിക്കട്ടെ സൽമാത്ത, കുഞ്ഞോട് നാളെ എന്നാ അവരോട് കാണാൻ വരാൻ പറയല്ലേ എന്ന്. അറിയ മോളെ, നാളെ എന്നാ അവരോട് വരാൻ പറയല്ലേ. ഇമ്മയുടെ കുട്ടിക്ക് ശരിക്കും സമ്മതം തന്നെയാണല്ലോ അല്ലേ? അതെ അമ്മ, ഞാൻ കാരണം എൻ്റെ ഉപ്പാടെ മനസ്സ് വേദനിക്കണത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അത് ശരി, നിങ്ങളിപ്പോൾ കരയാൻ നിൽക്കുക. ഓളെ സമ്മതം കിട്ടിയില്ലേ? നിങ്ങൾ പറയും, എന്താ പറയണ്ട്? പറയട്ടെ അവരോട് നാളെ വരാന്. എന്നാ പറഞ്ഞാളോ തരുമോ? കുഞ്ഞോളോട് അവളെ അമ്മായിക്ക് വിളിച്ചിട്ടേ നാളെ തന്നെ പെണ്ണ് കാണാൻ വരാൻ പറയും. കുഞ്ഞോളെ കേട്ടില്ല സൽമാത്ത പറഞ്ഞത്? എന്നാ ഓൽക്ക് വിളിച്ചിട്ടേ നാളെ തന്നെ വരാൻ പറയും. ഇനിയിപ്പോൾ എന്തായാലും കാര്യങ്ങൾ അധികം നീട്ടി കൊണ്ടുപോകണ്ടല്ലോ. ആദ്യം പെണ്ണാറല്ലാണ്ട് നടന്നോട്ടെ അല്ലേ? ഓക്കെ ദിലോ, എന്തായാലും ഞാൻ അപ്പം തന്നെ അമ്മായിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാം. എന്തായാലും നാളെ പോലെ പെണ്ണ് കണ്ടു പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ നമുക്കത് കഴിഞ്ഞിട്ട് പറയാം. ആ അതന്നെ. എന്നാ പിന്നെ സൽമാത്ത നാളേക്ക് പറയാനിട്ടാ റിയമോളെ. അപ്പൊ നാളെയാണ് പെണ്ണാണല്ലേ. ഇൻഷാ അല്ലാ നാളെ ഓലോട് വന്ന് പെണ്ണാണാൻ പറയും. എൻ്റെ കുട്ടി ഇതുവരെ ഓലാരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. കാര്യം ഓലെല്ലാവരും ഇവളെ കാണലോ ഇഷ്ടാവലോ ഒക്കെ ചെയ്തിക്കണമെങ്കിലും ഓൾക്കും ഓലൊക്കെ ഒന്ന് നേരി കാണുകയൊക്കെ വേണ്ടേ. എൻ്റെ കുട്ടി ഈ ഒരു കാര്യത്തിന് സമ്മതം മൂളി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പകുതിയോളം സമാധാനമായതില്ലോ. കാരണം അത്രക്ക് പൂതിണ്ട് ഓളപ്പാക്ക് ഇവളൊരാളെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ. ആ പാവത്തിന് ഇനി അതൊരു വലിയ സമാധാനമായിക്കോളും. ഇത് കേട്ടില്ലേ സൽമാത്ത പറഞ്ഞത്? എല്ലാവരും ഇതാ ഇവളെ മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും സമാധാനമായല്ലോ. ഓളോടും അരസിനോടും കൂടി നാളെ ഓല് വരുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് വരാൻ പറയുന്നില്ലോ. ഉമ്മാനും കൂട്ടാൻ പറയും. ആ കുഞ്ഞോളെ, നാളെ നിങ്ങൾ ഓലെല്ലാവരും വരുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് വരൂലേ? ഇമ്മാനും കൂട്ടിക്കൊണ്ടിട്ടാ. ആടി, ഓല് നാളെ വരുന്ന സമയം അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളെല്ലാവരും കൂടി അതിന് മുന്നേ തന്നെ അങ്ങോട്ട് എത്തും. ശരി എന്നാ വെച്ചാളെ, ഞാൻ അമ്മായിക്ക് വിളിച്ചിട്ട് കാര്യം പറയട്ടെ. ഓക്കെ എന്നാ ഇജ്ജ് ഓൽക്ക് വിളിച്ചിട്ടേ സമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വിളിച്ചറിയിക്ക്. ശരി എന്നാ. അപ്പോൾ റിയമോളെ നാളെ പെണ്ണാണല്. സൽമാത്ത, അമ്മായിക്ക് വിളിച്ചിട്ട് ഒരു സമയം അറിഞ്ഞ അനുസരിച്ച് വിളിക്കാന്ന്. ഇമ്മാക്ക് സന്തോഷമായി മോളെ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചി സമ്മതിക്കൂലെന്ന് എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. ഞാനത് ഇവരോടൊക്കെ പറയും ചെയ്തതാ. ഇപ്പോഴാ സമാധാനമായത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ ഉമ്മ സത്യം പറയുമോ? ഞാനിപ്പോൾ ഈ കല്യാണത്തിനെങ്ങാനും സമ്മതമല്ല എന്ന് വിട്ടു പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ മനസ്സ് സന്തോഷിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം എൻ്റെ ഉപ്പാൻ്റെ ഉള്ളിൽ എൻ്റെ കല്യാണം നടന്ന് കാണാൻ അത്രക്ക് പൂതിയുണ്ട്. ആ ഒരു പൂതി എനിക്ക് നന്നായി അറിയണതുകൊണ്ടാണ് ഇമ്മ അനക്ക് പഠിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള ആഗ്രഹം അറിഞ്ഞിട്ടും അന്നെ ഈ കാര്യത്തിന് അത്രത്തോളം നിർബന്ധിച്ചത്. ഇപ്പാൻ്റെ ഈ ആഗ്രഹം സർജറിക്ക് പോണതിൻ്റെ മുന്നേ നടത്തി കൊടുക്കാൻ പറ്റിയാൽ അത് ഇക്കും അനക്കും ഒക്കെ ഇപ്പാനോട് ചെയ്യാൻ പറ്റണ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അറിയമ്മ, ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്താണ് ഞാനിപ്പം നിങ്ങളോട് യെസ് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. എൻ്റെ ഉപ്പാൻ്റെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഓക്കെ പറഞ്ഞ എൻ്റെ ഉപ്പാക്ക് സന്തോഷം വെച്ചാൽ ആയിക്കോട്ടെ. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ സൽമാത്ത. ഒന്നില്ലെങ്കിലും ഇവളെപ്പോലൊരു മോളെ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വാപ്പാൻ്റെ ഉമ്മാൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റണ മോള്. ഇത് കേൾക്കുമ്പോൾ എന്നെക്കായി സന്തോഷം ഇവളെപ്പാക്കായിരിക്കുന്നില്ലയോ? കാരണം എന്നോട് കുഞ്ഞോളോടൊക്കെ ആ മനുഷ്യൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൻ്റെ അപ്പുറം എൻ്റെ കുട്ടിക്കൊരു വാക്കില്ല എന്ന്. ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യം റിയമോളെ സമ്മതം എന്താണെന്നറിയും, അതിൻ്റെ ശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കലെന്നാ. അപ്പോഴും ഓളപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ
അതിൻ്റെ മറുത്തൊരു വാക്കിൻ്റെ കുട്ടി പറയില്ല അതിൻ്റെ മോള നിക്കറിയാ ഓളേന്നൊക്കെ. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എത്രത്തോളം മകളെ സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ 100 ഇരട്ടി എൻ്റെ കുട്ടിയോളൊപ്പാനും സ്നേഹിക്കുന്നുണ്ടെന്ന്. മതി മതി, ഇനിയിപ്പോൾ അതും പറഞ്ഞ് കരയണ്ട. അനക്കറിയറിയ മോളെ, ഇന്നലെ എന്നോട് ഈ കാര്യം പറഞ്ഞതിന് തൊട്ട് എൻ്റെ അമ്മ തീരെ ചവിട്ടി നിൽക്കും പോലെ നിൽക്കുകയായിരുന്നു. എന്താവും എൻ്റെ മറുപടി, എൻ്റെ ഉപ്പാനോട് എന്താ പറയാന്നൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പം എന്തായാലും സമാധാനമായില്ലേ? ഇനി പോയിട്ട് പുതിയാപ്പിളനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാളേ. ഞാൻ കാക്കാനോടത്തിട്ടേ ഈ കാര്യം പറയട്ടെ എന്തായാലും. പാവം ഇന്നലെ ഓളോട് പറയാൻ പറ്റാതെ അങ്ങനെ കിടന്ന് ഉറങ്ങിയതല്ലേ. പിന്നല്ലേ അറിയാം മോളെ, ഇമ്മയുടെ കുട്ടി ഇപ്പാൻ്റെ അസുഖക്കാരിയൊക്കെ അറിഞ്ഞിക്കണമെന്നുള്ള കാര്യം തലക്കാലം ഇപ്പം പറയണ്ടട്ടാ. ഇപ്പാടെ സർജറി കഴിയും വരെ ഇമ്മയും നിങ്ങളും മക്കളും ഒന്നും ഈ കാര്യം അറിയരുതെന്ന് ഞങ്ങളോട് ഇപ്പം പ്രത്യേകം പറഞ്ഞതാണ്. ഇന്നലെ പിന്നെ അപ്പത്തെ അവസ്ഥയിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് പോയതാ അത്. ഇജെന്തായാലും ഈ കാര്യം അറിഞ്ഞിക്കണമെന്നുള്ള കാര്യം ഇപ്പാനോട് പറയണ്ട. അത് കേൾക്കുമ്പോൾ ഇപ്പാക്ക് പിന്നെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ കൂടുതൽ സങ്കടമാവും. എനിക്കറിയമ്മ, ഞാനായിട്ട് എൻ്റെ ഉപ്പാക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യൂല. നിങ്ങളൊക്കെ പറയണ എന്തും ഞാൻ അനുസരിച്ചോളാം. എനിക്കെൻ്റെ ഉപ്പാനെ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അത് കേട്ടാൽ മതി ഉമ്മാക്ക്. ഉമ്മയുടെ കുട്ടി പല്ലിച്ചിട്ടുണ്ടെങ്കിലേ ചായ കുടിക്കാൻ നോക്ക്. എനിക്കിപ്പോൾ തന്നെ വേണ്ടമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. പാവതിലും എൻ്റെ കുട്ടി, ഓളെ കല്യാണം ഇങ്ങനെയൊന്നും നടത്താനല്ലടി ഞങ്ങൾക്ക് ആർക്കും ബോധ്യം ഉണ്ടായിരുന്നത്. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കണ കാര്യമില്ലല്ലോ സൽമാത്ത. നമ്മളൊന്നും സ്വപ്നം കാണും, വിധി വേറെ എന്തെങ്കിലുമൊക്കെ കൊടുന്നു തരും. ഒന്നും പറയാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. എന്തായാലും പഠിച്ചോ നമുക്കായിട്ട് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നേരെ തിലോചി പറഞ്ഞത്. എൻ്റെ കുട്ടി ഇപ്പം നമ്മളോടൊക്കെ നാളെ പെണ്ണ് കാണാനുള്ള സമ്മതാണെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഉള്ളിപ്പോൾ കറിയായിരിക്കും. എനിക്കതറിയാം. പക്ഷെ ഓളപ്പാടപ്പത്തെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ കുട്ടിയുടെ കണ്ണീര് കണ്ണിലേ നിൽക്കാനേ പറ്റുള്ളൂ. ഓളപ്പാൻ്റെ ഈ കുടുംബത്തിൻ്റെ ഒക്കെ സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടി ഇപ്പം ഈ കല്യാണത്തിന് സമ്മതാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക. അല്ലാണ്ട് മനസ്സുകൊണ്ട് പോലും എൻ്റെ കുട്ടി ഇപ്പോൾ കല്യാണത്തിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ലോണം അറിയണ കാര്യം അതിലോ. പഠിച്ചോ എൻ്റെ കുട്ടിയുടെ മനസ്സ് പോലെ ഇതൊരു നല്ല കാര്യമാക്കി കൊടുക്കട്ടെ. അങ്ങനെ തന്നെ ആവുള്ളൂ. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും നിങ്ങളെയും കാക്കാൻ്റെയും മനസ്സുണ്ടല്ലോ, അത് പഠിച്ചോ കാണാണ്ടിരിക്കൂല. റിയക്ക് ഇപ്പോൾ വരാൻ പോണ കാര്യം അതുപോലെ ഓളെ ജീവിതത്തിൽ സന്തോഷം മാത്രം തരുന്നൊരു കാര്യമാവട്ടെ. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഞാൻ അജക്ക കൊടുത്ത വാക്ക്, അമ്മക്ക് കൊടുത്ത വാക്ക്, എൻ്റെ സ്വപ്നങ്ങൾ ഒക്കെ പോയി, ഒക്കെ പോയി.